വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന ഫുഡുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഗസ് ചെയ്യണം. ഒരാള് ടച്ച് ചെയ്തിട്ടും ഒരാള് സ്മെല് ചെയ്തിട്ടും ഒരാള് ടേസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഗൈസ് നമ്മുടെ മുന്നിലുള്ള ഫുഡ് എന്താന്നുള്ള ഗസ് ചെയ്യേണ്ടത്. അത് നമുക്ക് വെറുതെ ഗസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 3 പേരും ഈ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ടച്ച് ആണോ കിട്ടിയത്, സ്മെല്ലാണോ കിട്ടിയത്, ടേസ്റ്റ് ആണോ കിട്ടിയത് എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ഇപ്പൊ ഈ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട് എനിക്ക് ടച്ച് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ഫുഡിനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് എന്ത് ഫുഡാന്നുള്ളത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ട് നമ്മളെ മുന്നിലുള്ള ഈ ബുക്കിൽ എഴുതി വെക്കണം. ആരാണോ കറക്റ്റ് ആയിട്ട് എഴുതുന്നത് അവരായിരിക്കും ഓരോരോ റൗണ്ടിലും വിന്നർ ഗൈസ്. അതെ ഗൈസ്, ഞങ്ങളെ ചാലഞ്ചിൽ കുറെ ഫുഡുകൾ ഞങ്ങളുടെ മുന്നിൽ കടന്നു പോയതുകൊണ്ട് ഞങ്ങളെല്ലാം വളരെ എളുപ്പമാണ് എന്ന് ഞങ്ങൾ വീണ്ടും ഊന്നി പറയും. നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് എല്ലാ റൗണ്ട്സിലും ഞങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് ഗസ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് ഞങ്ങളൊരു കോൺഫിഡൻസ്. അല്ലു അത്രയും എളുപ്പത്തിൽ സാധനങ്ങൾ കൊണ്ടുവെക്കൂല എന്നുള്ള തോന്നലുണ്ട്. കാര്യം ഇത്രയും ഫുഡുകൾ കടന്നു പോയത് കൊണ്ട് തന്നെ അങ്ങനത്തെ ട്രിക്കിയുള്ള സാധനങ്ങളായിരിക്കും മാക്സിമം കൊണ്ടുവെക്കാൻ ചാൻസ് ഉള്ളത്. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ മിസ്റ്ററി ബോക്സ് ഒക്കെ നമ്മള് ചെയ്യലില്ലേ, ഇങ്ങനെ കൈയിട്ടിട്ട് നോക്കിയിട്ട് പച്ച ചിക്കന് അങ്ങനെയൊന്നും വെക്കരുത് കേട്ടോ. മീന് ഈ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് എന്ത് സാധനം തൊടാൻ പറഞ്ഞാലും സത്യം പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എപ്പോഴും പാമ്പ്, ഈ പുഴു ഇങ്ങനത്തെ സാധനങ്ങളെ പറ്റിട്ട് ആലോചിക്കാം. ഓരോ ശരീരത്തിനും നിങ്ങൾക്ക് 2 പോയിന്റ് വീതിയായിരിക്കും കേട്ടോ. ഇന്നത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കുള്ളത് ഓരോ ചാലഞ്ചിൽ മൊത്തത്തിൽ ജയിക്കൂലേ? റെഡി. അപ്പൊ നമുക്ക് ആദ്യം ലോട്ട് ഇട്ടിട്ട് ആർക്കാണ് ടച്ച് കിട്ടുക, സ്മെല്ല് കിട്ടുക, ടേസ്റ്റ് കിട്ടാൻ നോക്കാം. ടേസ്റ്റ് മതി. അയ്യോ വേണ്ട, എനിക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാം വേണം. രസല്ലേ? ഓക്കെ, ഞാൻ നല്ല കാണണം. ഏതാണാവോ? എനിക്ക് സ്മെല്ലാ കിട്ടിയത്, എനിക്ക് ടേസ്റ്റ് ആ കിട്ടിയത്. ടേസ്റ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എളുപ്പം തോന്നുന്നല്ലേ? ആ ടേസ്റ്റ് കമ്പാരിറ്റീവ്ലി ടച്ചും ചെയ്യാൻ പറ്റും. പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണെങ്കിൽ അപ്പൊ നമുക്ക് കണ്ണടച്ചിരിക്കാം. സല്ലുവിന് കുറച്ച് കോൺഫിഡൻസ് കൂടുതൽ തോന്നില്ലേ? ആ സൗണ്ടിൽ എനിക്ക് അങ്ങനെ തോന്നി. ചെറുതായിട്ടുണ്ട്. അപ്പൊ നമ്മളെ പേടിക്കാം. ചിലപ്പോ ഓവർ കോൺഫിഡൻസ് ഇട്ടിട്ട് അല്ല, വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവില്ല. ചിലപ്പോ നമ്മള് പേടിക്കാനുള്ള വല്ലതും ആക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് സംഭവം. പ്ലേറ്റില് 3 ആളെ മുന്നിലും കൊണ്ടുവെക്കൂ. അല്ല, പിന്നെ ഒന്നിനും അടി വിടാൻ പറ്റും. നിന്നുമ്പോ ഞങ്ങൾ എങ്ങനെയാണ് സ്മെല്ല് നോക്കുക? ശരിയാണല്ലേ? ഞാൻ സ്മെല്ലല്ലേ? എന്റെ മുന്നിൽ പ്ലേറ്റ് ആണോ? ഞാൻ ടച്ച് ആണ്. ഇന്ന മുന്നിലുള്ള പ്ലേറ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് ടേസ്റ്റ് ആണ് കിട്ടിയത്. ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കാൻ പോവാണ്. പ്ലേറ്റ്. ആ ഓക്കെ. സംസാരിക്കാൻ പാടില്ല. കാക്കത് പച്ചയൊന്നും കൊണ്ടുവെക്കരുത്. കാക്ക പച്ച ചിക്കൻ എന്താ കൊണ്ടുവച്ച് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കാക്ക ഉണ്ടാവില്ല. എന്തോരം മണോ? എനിക്ക് പേടി. അവിടെ മണക്കാൻ പറ്റുന്നില്ല. ഈ മണല്ലേ? എനിക്ക് ജലദോഷമൊന്നുമില്ലല്ലോ. ആരും മിണ്ടരുത്. ഇതിന്റെ മുഖത്താവോ? എനിക്കിത് മണക്കാൻ കിട്ടുന്നില്ല. ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആക്കും. ഇത് കീറട്ടെ. പോവാൻ 5 ടച്ച് ചെയ്യാൻ പാടില്ല. ഇല്ല, ഞാൻ എന്റെ മൂക്ക് പോലും തട്ടിയില്ല. എനിക്ക് അതിന് സാധനം ഉണ്ടോ ഇതില്? ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് മതിയായി. അതിന് നല്ല സംഭവം നോക്കി തോന്നുന്നു. ഞാൻ ഊഹിച്ചതാണെങ്കിൽ എല്ലാവർക്കും, ഞാൻ ഒഴികെ എല്ലാവർക്കും പണി കിട്ടി. എനിക്ക് മനസ്സിലായി എന്താന്നൊക്കെ മനസ്സിലായി. ഞാൻ ചെറിയ കസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നേ, കടിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലാവുണ്ട്. ഒന്നോടി എഴുതട്ടെ. ഇതൊക്കെ ഒത്തിരി ടൈം നോക്കി കൊടുക്കരുതേ. എനിക്ക് അറിഞ്ഞൂടത്. അയ്യോ അയ്യോ, ഞാൻ എന്താ എഴുതിയാന്നൊക്കെ പറഞ്ഞു. ഈ വളച്ചോനെ ഇവിടെ എന്ത്? ഒരു മിനിറ്റ്, ഒന്നും കൂടെ എഴുതി വയ്ക്കാം. എന്താ അത്? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ എന്തോ എഴുതി വെച്ചതാ. ഞാനൊരു സാധനം ഗസ് ചെയ്തിട്ടുണ്ട്. അതന്നെയാണ്. കണ്ണുറക്കട്ടെ. ഞാൻ മഞ്ഞപ്പൊടി എഴുതിയേ. മഞ്ഞപ്പൊടിയോ? ഈ മഞ്ഞപ്പൊടി ഇട്ടില്ലേ?
മഞ്ഞപ്പൊടി ഇട്ട് കഴുകി എനിക്ക് മഞ്ഞപ്പൊടിന്റെ ഒരു പിന്നെ ഞാൻ വിചാരിച്ച പൊടി തൊഴിയുന്നുണ്ടാവൂലല്ലോ. പിന്നെ എനിക്ക് മനസ്സിൽ പക്ഷെ ഒരു മണത്തോക്കത് അയ്യോ കൊഴപ്പല്ല, അണുക്കളൊന്നും ഉണ്ടാവൂല. അണുക്കളുണ്ടാവില്ല. പക്ഷെ ഞാൻ കടിച്ചപ്പോ ഞാനൊരു ഉപ്പിന്റെ ചായ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇത് മണത്തിൽ എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചിക്കൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റിലൊരു സ്മെല്ല് ഉണ്ടാവില്ലേ, പ്ലേറ്റ് കഴുകി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്മെല്ല്. അപ്പൊ വെച്ചത് എന്താ ഇങ്ങനത്തെ ഒരു വൃത്തിയുടെ മണന്ന്. ഇത് പക്ഷെ എന്റെ മൂക്കൊന്നും തട്ടിയതുമില്ല. അതിനൊരു മഞ്ഞപ്പൊടീനെ മണല്ലേ? അതായത് ആ സ്മെല്ലിനെ നമ്മള് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോ എനിക്ക് ഒരു മഞ്ഞപ്പൊടി എന്താണെങ്കിലും അപ്പൊ 5 എന്താ മഞ്ഞപ്പൊടിയെ? ഹായ് അടിപൊളി. ഞാനും ഷാമിയും പച്ച ചിക്കൻ. ഞാൻ പച്ചാന്ന് എഴുതിയ ചായ ഇവിടെ എഴുതിയത് വിട്ടു. അപ്പൊ ഇവിടെ പച്ചാന്നൊന്നും കൂടി ഞാനിതാ പച്ച ചിക്കൻ എഴുതിച്ചു. നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയില്ലേ? അപ്പൊ ഷാമിക്കും ശ്രീക്കും 2 പോയിന്റ്. ചിക്കന്റെ മണമാണ് ഞാൻ കൺഫേം അങ്ങനെ പോയിട്ടുണ്ട്. എനിക്കിത് കിട്ടാൻ അത് മേലേക്ക് മറിഞ്ഞു വീഴാത്ത ഭാഗ്യം. പിന്നെ മൂക്കിനെങ്കിലും തട്ടൂല, അതും തട്ടിയിട്ടില്ല. തട്ടിയിട്ടുണ്ടാവും. പച്ചച്ചിക്കൻ മഞ്ഞപ്പൊടി കഴിക്കാതെ മണോ അല്ലേ? അതൊക്കെ തോന്നുന്നു കണ്ണടക്കുമ്പോഴേ ഈ ഒരു അവിടെ കടിച്ചു വെക്കുന്ന ഒരു വെള്ളം, എന്നിട്ട് അതിന്റെ കൂടെ ചെറിയൊരു ഉപ്പോ ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പൊടിന്റെ ടേസ്റ്റ് എനിക്ക് കിട്ടി. എനിക്കത് തൊട്ട് ഞാൻ അങ്ങനെ കയ്യിലെടുത്ത വെക്കുന്ന മനസ്സിലായി ഇത് പച്ച ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആണെന്നുള്ളത്. എനിക്ക് സത്യം കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ ഞാൻ വിട്ടാണ്. അങ്ങനെ കഴിച്ച് നമ്മളിത് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. ഇനിയും പച്ച വല്ലതും കൊണ്ട് വെച്ചാ ഉറപ്പല്ല പച്ച കൊണ്ട് വെക്കുന്നു. ഇതൊന്ന് ടേസ്റ്റ് കിട്ടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ നല്ല സാധനമാണെങ്കിൽ കുറെ ടേസ്റ്റ് ചെയ്യാം. ഞാൻ വിചാരിച്ചു നല്ല എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. എനിക്കത് മനസ്സിലായതേ ഇല്ല. ഇപ്പോഴും ആ ഒരു ചിക്കൻ എന്നതിന്റെ ടെക്സ്ചർ ഇപ്പോഴും ഫീൽ ചെയ്യും. ഒരു മുന്തിരി ഞാനിത് ടേസ്റ്റ് മാത്രം ടച്ച് ഗൈസ്, എനിക്ക് ടച്ചാ കിട്ടിയേ. സ്മെല്ല് ഞാൻ കഴിച്ചില്ലേ. പിന്നെ ടേസ്റ്റ് നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് ഇടാം. എനിക്ക് ആ ടച്ചിന്റെ എങ്ങനെയായിരിക്കും അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടേസ്റ്റിനെ അറിയാൻ ഇല്ല അത് കണ്ടതോടെ മതിയായി. പച്ചെല്ലാം കൊണ്ടുവച്ച കാക്കനെ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ട് ഞാൻ ഒന്ന് തിരിച്ചു. അതിന്റെ ബ്ലൈൻഡ് ഫോൾഡ് ശ്രീ സല്ലുന്റെ തുറന്ന് ഞാൻ പിടിക്കാം. അത് നല്ല ഐഡിയ. പച്ച ചിക്കൻ തന്നെ, പച്ച ചിക്കൻ തിന്നണം. പക്ഷെ ചിക്കന് വേറെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ആണ് അതും കൊറേ കഴുകിയെന്ന് പറഞ്ഞോണ്ടല്ലേ? ആയിരിക്കും. കഴുകാത്ത ചിക്കനൊക്കെ ആണെങ്കിലോ? അയ്യോ ഈ ഇവിടെ ഇരുന്ന് തിന്നണ്ട കേട്ടോ. ഫുള്ള് 1 കിലോ ചിക്കൻ സല്ലു തിന്നും. പച്ച. ഓക്കേ റെഡി. ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ടച്ച് അല്ലേ, ഞാൻ സ്മെല്ല് അല്ലേ. എവിടെ പ്ലേറ്റ്? എന്താ കൊഴപ്പില്ലാന്ന് തോന്നുന്നു. ഞാനൊന്ന് എഴുതാം. എനിക്കതാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കുത്തി പൊട്ടിക്കാൻ പോവാണ്. ഷാമി മിണ്ടരുത്, കൊടുക്കരുതൊന്നും. സോറി മൈ മിസ്റ്റേക്ക്. മാർക്ക് തരില്ല. മിണ്ടാതിരി. ഞാൻ ഇതിൽ വല്ലതും ഉണ്ടോ നോക്കട്ടെ. അതിന് വല്ലതും ഉണ്ട്. സ്മെല്ല് കിട്ടുന്നില്ലല്ലേ? ഞാൻ എഴുതി. മൂക്ക് തട്ടിയോ? മൂക്ക് തട്ടാൻ പാടില്ല കേട്ടോ. സോറി. ഞാൻ എഴുതി. ഞാൻ ഇപ്പൊ എഴുതേ. എനിക്ക് ആ ടേസ്റ്റ് കൂടി കിട്ടിയില്ല, അതുകൊണ്ടാ. ഓ മനസ്സിലായി കേട്ടോ. ആർക്കും കിട്ടാഞ്ഞിട്ടാന്ന്. എഴുതാൻ പോവുക. കിട്ടിയോന്ന് ചോദിച്ചാൽ ഞാൻ ഏകദേശം ഒരു ഐഡിയയിൽ എത്തിയിട്ടുണ്ട്. അതന്നെയാണെന്നാ തോന്നുന്നത്. അതെ, സ്മെല്ല് വെച്ചിട്ട് സ്മെല്ല് വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് അസാധ്യമാണ് കുട്ടി.
ഓ പിന്നെ ഇന്നെ കൊണ്ടൊക്കെ പറ്റുമായിരിക്കും അല്ലേ? അതിനെ കൊണ്ട് പറ്റൊന്നുമില്ല, ഇതിന് അങ്ങനത്തെ ഒരു സ്മെല്ലില്ല. റെഡി ഓക്കെ, കണ്ണുറന്നോ? കണ്ണൂർക്കട്ടെ. ഞാൻ എഴുതിയല്ലേ ഗൈസ്, റംബൂട്ടാൻ. ഞാൻ എഴുതിയത് റംബൂട്ടാൻ. ക്ലോസ്. അതായത് ലിറ്റിന്റെ ടേസ്റ്റ് ഉള്ള റംബൂട്ടാനും ലിച്ചൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റ് ആണ്. നാലോളം അങ്ങനെ സ്മെല് ചെയ്ത് കണ്ടുപിടിച്ച് ലിച്ചി എന്നുള്ളത് നിങ്ങൾ മാർക്കില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു സാധനത്തിലേക്ക് ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിൽ എത്തി. അത് ശരിയാണ്, അവിടെ എത്തിയേ. അത് ഏകദേശം ഈ ടെക്സ്ചർ ഉള്ള സാധനത്തിനോട് ഞാൻ നിന്നോ? ആ 2 എണ്ണം കൊണ്ടുവച്ചോളൂ. ബിസ്കോ കുറച്ച് കൂടുതൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞാൻ തപ്പിട്ട് കിട്ടുന്നില്ല. തരൂല, എനിക്കിത് കഴിഞ്ഞിട്ട് തിന്നാളാ. എനിക്ക് ഈ സാധനം ഇഷ്ടല്ല. ഞാൻ പിന്നെ ഇവര് ലോഡ് കണക്കിന് മേടിക്കും, അപ്പൊ അതിന്റെ അടുത്തുനിന്ന് സ്മെല്ല് കിട്ടി. അങ്ങനെയാണ് എനിക്ക് ഇതിന് ലിച്ചിന്റെയും അതിന്റെ സെയിം സ്മെല്ലാ. ലിച്ചിക്കും ഇതേ സ്മെല്ലുണ്ട്, നല്ല ഡീപ്പായിട്ട് സ്മെല് ചെയ്യുമ്പോഴാണ്. അതിനോടാണ് എനിക്ക് തെറ്റിപ്പോയത്. സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് 2 points കിട്ടിയിരിക്കുകയാണ്. 2 points കിട്ടി ഗൈസ്. അപ്പൊ ശ്രീ ഞാനിപ്പോ സെയിം 2 പോയിന്റ്സിലുള്ളത്. ഷാമി 4 പോയിന്റിൽ മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ വളരെ വിജയകരമായി ജയിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. അതെ ഗൈസ്, പിന്നെ പറഞ്ഞു നമുക്ക് 2 റൗണ്ടിൽ ടേസ്റ്റാ കിട്ടിയത്. എനിക്കൊരു ടച്ചും ശ്രീക്ക് ഒരു സ്മെല്ലും. ഈ സ്മെല്ല് കിട്ടിയ ആൾ ആരും ഇന്ന് വരെ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗസ് ചെയ്തേനെന്നാണ്. തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഗസ് ചെയ്യാം, പക്ഷെ അവിടെ ടച്ച് എന്നുള്ള ഒരു സാധനം വന്നു. ഇനി നമുക്ക് ലോട്ട് ഇടാം ഗൈസ്. ഞാൻ നല്ലോണം ഷഫിൾ ഉണ്ട്. ഇവിടെ പോയി റെഡി. കണ്ണടച്ച ദോഷം. സ്മെൽ, എനിക്ക് സ്മെല്ലാണ് ഗൈസ് കിട്ടിയത്. എനിക്ക് ടേസ്റ്റ് ആണ് കിട്ടി. അപ്പൊ എനിക്ക് ടച്ച് ആണ് ഗൈസ് കിട്ടിയത്. കഴിഞ്ഞ റൗണ്ടിൽ നല്ലതല്ലേ വന്നത്. അതെ, ഇപ്പൊ ഓൻ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റൂല എന്നാണ് എനിക്ക് ഇത്രയും ചെയ്ത ചാലഞ്ചസ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു നല്ലത് വരും ഞാൻ വിചാരിച്ചിട്ട് ഇതിലെനിക്ക് തോന്നുന്നു ജഡ്ജ് ചെയ്യാം. കാരണം ഫസ്റ്റ് പച്ച ചിക്കൻ വന്ന്, പിന്നെ ഫ്രൂട്ട്സ് വന്ന്, ഇനിയിപ്പോ പച്ച മീൻ വരാൻ ചാൻസ്. തൊടട്ടെ? സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ടേസ്റ്റ് അല്ലേ. എല്ലാ റൗണ്ടിലും ഫുൾ മാർക്ക് വാങ്ങാൻ ഇതെനിക്കറിയാം. ഞാൻ എവിടെയോ സ്മെല്ല് ഈ റൗണ്ടിൽ അധികം സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സാധനത്തിനെ പറ്റി സംസാരിച്ചാൽ ഡിസ്ക്വാളിഫൈ ആക്കുന്നു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ, സ്മെല്ലും ഒന്നും കിട്ടില്ലല്ലോ. ഹായ്, നോക്കട്ടെ, ഞാൻ അതിനാണോ എനിക്ക് എന്തോ തോന്നി. ശ്രീ തിന്നാ അതന്നെയാണ് എഴുതി വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ഫൈനൽ ഞാൻ തന്നാ പോരെ? ഓക്കെ, സ്കെച്ച് എവിടെ വേണോ? അതെനിക്ക് തുറന്നു. ഇത് ഹായ്, ഈ ഇത്ര നല്ല മണമായിരുന്നോ? ഞാൻ ഉദ്ദേശിച്ച സാധനമാണെങ്കിലേ. കഴിഞ്ഞു. ഞാനൊരു സാധനം എഴുതിയിട്ടുണ്ട്, ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ണുറന്നോ? പത്തിരിപ്പൊടിയാ. അരിപ്പൊടിയല്ലേ? അതന്നെ. ഞാൻ നേരത്തെ എഴുതിയ പേജില് വീണ്ടും എഴുതി പോയി അറിയാതെ. അതിൽ അവലോസ് പൊടി ഇതെന്താ അറിയോ, ഇതിന് ഒരു എന്താ പറയാ, ഈ പത്തിരിപ്പൊടിയിലെ ചൂടുള്ള പത്തിരി മണല്ലേ, ആ മണം ഇനി എനിക്ക് എന്തോ ഒരു വറുത്ത മണം തോന്നി. അതാ ഞാൻ അവലോസ് പൊടി. എനിക്ക് പണ്ട് അമ്മമ്മ അരി വറുത്തിരുന്ന സ്മെല്ലാണിത്. അപ്പൊ ഞാൻ അരിപ്പൊടി ഞാൻ ഫസ്റ്റ് ഇങ്ങനെ പോയത്, പിന്നെയാണ് മനസ്സിലായത്. പിന്നെ ഞാൻ കയ്യെ കിട്ടി അങ്ങോട്ട് എടുത്ത് ഞാൻ വല്ല എനിക്കില്ലേ ഇങ്ങനെ തൊട്ടപ്പോ ഗ്ലൂക്കോസ് കൂടിയാന്ന് തോന്നി. അങ്ങനെ രണ്ടുപേരും ഈ റൗണ്ടിൽ 2 മാർക്ക് നേടിയിരിക്കുകയാണ്. ഞാനൊന്ന് കൊതിച്ചു കഴിച്ചു, ഗ്ലൂക്കോസ് കൂടിയാണെന്ന് വിചാരിച്ചാ കൊറേ എടുത്ത് ഇപ്പൊ എല്ലാരും ഡ്രോ ആയിട്ടോ. എന്റെ സ്കെച്ച് കാണുന്നില്ല. എങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു.
നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴുള്ള ആ പത്തിരിന്റെ അതേ മണം. പക്ഷെ എനിക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോ കിട്ടിയെന്ന് തോന്നണ്. ആ സ്മെല്ല് ചെയ്യാൻ പറ്റിയത് നമ്മള് ഞാൻ മെല്ലെ കേട്ടോ വലിച്ചത്. എനിക്കറിയില്ലല്ലോ എങ്ങനത്തെ പൊടിയാ. നേരത്തെ ടർമറിക് എന്നൊക്കെ ഉള്ളത് ഞാൻ ആലോചിച്ചിട്ട് മെല്ലെ പൊടി ഇങ്ങനെ നന്നായി. അല്ലെങ്കിൽ ഞാൻ പെണ്ണുകൂടി പത്തിരിപ്പൊടിയൊക്കെ മൂക്ക് പോയിരുന്നേ. ഞാനിതാ ഈ പേജിൽ അവലോസ് പൊടി ഒന്നും കൂടെ എഴുതിയിട്ട് 0 മാർക്ക് ഇട്ടിട്ടുണ്ട്. എനിക്ക് 2 മാർക്ക്, 2, 2, 4. ഓക്കെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് പോകാം. ഇപ്പൊ എനിക്ക് 4 പോയിന്റ്, ഷാമിക്ക് 4 പോയിന്റ്, ശ്രീക്ക് 4 പോയിന്റ് എന്നുള്ള സമനിലയിൽ തുടർന്നുകൊണ്ടിരിക്കുക. അതെ, ഈ റൗണ്ടിൽ ആര് ജയിക്കും അതെ. കാത്തിരുന്ന് കാണാം. കിട്ടുന്നുള്ളത് നോക്കാം. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി പോയി. എവിടെ കണ്ണടക്കുന്നേ മറന്നു സ്മെല്ല് മതി. ടേസ്റ്റ് മാത്രം കിട്ടുന്നത്. പറഞ്ഞില്ലായിരുന്നോ ചിലപ്പോ ഈ റൗണ്ടിൽ പണി വരാൻ ചാൻസ് ഉണ്ട്. ഈ 2 റൗണ്ട് നല്ല വന്നു. ഈ റൗണ്ടിലേക്ക് വൃത്തിയുടെ സാധനം ഉണ്ടൊക്കെ. എനിക്ക് ടച്ച് കേസ് കുഴപ്പമില്ല. കണ്ണടക്കട്ടെ റെഡി നോക്കട്ടെ. എവിടാ കൊണ്ടുവച്ചത്? ഇതെന്താ ഇവിടെ? ഓ, ചെറിയ ബൗളാണല്ലേ. ഇത് ഞാൻ എന്താണോ മനസ്സിലാക്കുക. അത് ശരി, ടച്ച് ഇതിൽ തോൽവിയാണ് കേട്ടോ സല്ലു. ടച്ചിൽ ഇതൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. നല്ല കുടിക്കണ്ടപ്പോ നല്ല സാധനം. അയ്യോ ഇത് അതെന്താണത്? അത് വെറുതെ എക്സ്പ്രഷൻ ഇടുക. അത് തന്നെ. ഇത് വെള്ളാണോ പാലാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇത് എന്ന് പറഞ്ഞ ഇത് ഒരുപാടുണ്ട്. ഇതിൽ ഏത് എഴുതുന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ്. ഞാനൊരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ എനിക്ക് ഡൗട്ടുള്ള 2-3 സാധനം എഴുതിയ കുഴപ്പമുണ്ടോ? ഒന്നും പറ്റില്ല. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അയ്യോ ബേസിക് ആയിട്ട് എഴുതിയാൽ മതി. വളരെ ബേസിക് ആയിട്ടുള്ള ഞാൻ എഴുതും. ഞാനും കഴിഞ്ഞോ? 5 ഇടത്തേക്കായിട്ട് എഴുതുന്നേ. പിന്നെ ഞാൻ ഈ കൈ വെച്ച് എങ്ങനെ എഴുതുക? എന്താ എന്റെ കൈ ഞാൻ ടച്ചാണ്. ഞാൻ ടച്ച് ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് തുടയ്ക്കാൻ തോന്നില്ല. കഴിഞ്ഞ എല്ലാവരും എഴുതി കഴിഞ്ഞു. ഓക്കെ, എന്നെ കണ്ടോ? ഇതെനിക്ക് അറിയാം ഇതാണ് സാധനം. പക്ഷെ ഇത് എന്താ സാധനോ? ഞാൻ ഈ ഫ്രൂട്ടിയിലാണോ കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം എഴുതി വെച്ച എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും കൈ നോക്കിയാലും എനിക്ക് അറിയില്ല. ഞാനിവിടെ ഇരുന്നിട്ട് ഇതാ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവണ്ടേ? ഫ്രൂട്ടി മാംഗോ അല്ലേ? സെമല്ലേ? അതെ, ഞാൻ ഫ്രൂട്ട് ചെയ്തണോ മറ്റേ സ്ലൈസ് ചെയ്തണോ? അതാണോ പറഞ്ഞ എഴുതി വെച്ചാൽ മതി. ഞാനിതാ മൊത്തം എന്റെ കയ്യിലാണ്. ടിഷോണ്ടാ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഞാൻ ഞാൻ 5ന്റെ കയ്യിൽ ഇത്രയും ഞാൻ വിചാരിച്ചു 5 ഇങ്ങനെ ടച്ച് ചെയ്തു. ഞാനേ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ടച്ച് ഓക്കെ. എന്നിട്ട് ഇനി ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും പറയണല്ലോ. അല്ല ഗുലാബ് ജാമുൻ എന്തെങ്കിലും ആണെങ്കിലോ. അതുകൊണ്ട് ഇങ്ങനെ പോയി ആളുകൾ ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ടെക്സ്ചറിന് വല്ല കട്ടി ഉണ്ടെങ്കിൽ വല്ല ജ്യൂസ് എന്തെങ്കിലും എഴുതി വെക്കാന്ന്. പക്ഷെ അതും പറ്റിയില്ല. ഓ, ഇതില്ലേ കട്ടി തോന്നില്ല അപ്പൊ ടച്ച് ചെയ്യുമ്പോ? ഇല്ല, വെള്ളം വെള്ളം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ വെള്ളം എഴുതി വെച്ചു. അതങ്ങനെ ബേസിക് ആയിട്ട് എഴുതാൻ പറഞ്ഞില്ലേ? അതെ, ഞാൻ വളരെ ബേസിക് എഴുതി വെക്കുന്നത്. കണ്ണടച്ചിട്ട് പോലെ ഞാൻ എന്തൊരു വൃത്തിയിൽ എഴുതി നോക്ക്. ഓ വാവ്. അതെ, ഇന്റെ നോക്കണ്ട. എന്റെ എനിക്ക് 6 മാർക്ക്. എനിക്കിപ്പോ 4 മാർക്കാണ്. ഇതിന് മാർക്കൊന്നും കിട്ടില്ല. ഫ്രൂട്ടിന് സ്പെല്ലിംഗ് വേണോ? മാർക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഡ്രോ ആയി ഗൈസ്. ഇപ്പൊ അപ്പൊ അടുത്ത റൗണ്ടിൽ പിടിക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഇനി ലാസ്റ്റ് റൗണ്ടിലാണ് നിർണയിക്കാൻ പോകുന്നത് ഞങ്ങൾ 3 പേരും ഡ്രോ ആവോ, ആരെങ്കിലും ഒരാള് സ്കോർ ചെയ്യോ, ഒരാൾ സ്കോർ ചെയ്യോ, അല്ലെങ്കിൽ ഞങ്ങൾ 2 ആൾ സ്കോർ ചെയ്യും. സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും 6 പോയിന്റ്സിൽ നിൽക്കും. ഞാൻ എഴുതിയിട്ടില്ല. ഇവരിൽ ഒരാളാണ് എഴുതുന്നുണ്ടെങ്കിൽ ആ ഒരാൾ ജയിക്കും. 2 ആളാണെങ്കിൽ ഒരു ഡ്രോ ആവും. അതന്നെ സംഭവം തന്നെ. അപ്പൊ നമുക്ക് ലോട്ടിടാ ഗൈസ്. ഈ റൗണ്ടിൽ എന്താ വരാൻ പോകുന്ന അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഇതുവരെ സ്മെല്ല് കിട്ടിയില്ല അല്ലെ?
ഇങ്ങനെ ഒരു സ്മെല്ല് ഞാൻ അതൊരു ടേസ്റ്റ് ചെയ്തില്ല. ഞാനിത് എനിക്ക് ടേസ്റ്റ്, എനിക്ക് സ്മെല്ല്, എനിക്ക് ടച്ച് എല്ലാവർക്കും വെറൈറ്റി ടേസ്റ്റ് ചെയ്തിട്ടോ. ഞാൻ ടേസ്റ്റ് അരിപ്പൊടിയില്ലേ? ഞാൻ അങ്ങനെ ആദ്യമായിട്ട് സ്മെല് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞാൻ ടച്ചും ടേസ്റ്റ് മാത്രമല്ലേ ചെയ്തുള്ളൂ. അതിലൊരു ലൂപ്പിലായിരുന്നു അല്ലേ? എനിക്ക് ടേസ്റ്റിലൊന്നും അരിപ്പൊടി കിട്ടി. ഇനി ഈ റൗണ്ടിൽ എന്താ കിട്ടുന്നത് നോക്കാം. അത് ഞാൻ നല്ലോണം മുളക് പൊടി അല്ല, അത് ഞാൻ നല്ലോണം ടേസ്റ്റ് ചെയ്തിരുന്നേ അരിപ്പൊടി. റെഡി? കണ്ണുറക്കട്ടെ? കണ്ണുറക്കാനല്ല, അപ്പൊ എനിക്ക് കിട്ടിയത് സ്മെല്ലാണ്. എനിക്ക് ടേസ്റ്റ്. ഗ്ലാസ്സാ? ഓക്കെ, ഗ്ലാസ് അല്ലേ? ഞാൻ ടച്ച് അല്ലേ? അയ്യോ, ഞാൻ ടേസ്റ്റ് ആണ് പഠിച്ചവര്. ഇതെന്താ സല്ലു ഈ കൊണ്ടക്കുന്നത്? എനിക്കറിയില്ല. ഓക്കെ, ഞാൻ എടുത്തിട്ടെ. ലെഫ്റ്റ് കൈയിൽ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ ശ്രീയൊന്നും മിണ്ടുന്നില്ലല്ലോ. എനിക്കറിയില്ല എന്തൊക്കെ സാധനം. എന്ത് പറ്റി മനസ്സിലാവുന്നില്ല തൊട്ടിട്ട്? മനസ്സിലായി, മനസ്സിലായോ? മനസ്സിലായി. അതെന്നെ ഞാൻ തോന്നുന്നു. ഓക്കെ ഓക്കെ, എഴുതി എഴുതിയാ? എഴുതി. തുറക്കട്ടെ തുറക്കട്ടെ. തുറന്നോ? കോഴിമുട്ട. എല്ലാരും കോഴിമുട്ട കഴിച്ച എല്ലാരും ഡ്രോ ആയിപ്പോ. അല്ല, ഡ്രോ അല്ലേ? ഡ്രോ അല്ല, എനിക്ക് ആറിങ്ങ കെട്ട്. ആദ്യം ഞാനൊന്ന് കഴിച്ചു നോക്കി. ഫസ്റ്റ് ചെറുത് എടുക്കാന്ന് വിചാരിച്ചിട്ടേ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ നല്ലോണം ഒന്ന് കഴിച്ചു നോക്കി. കഴിച്ചു നല്ലോണം? അല്ല, അങ്ങനെ കഴിച്ചെന്നല്ല, പക്ഷെ കുറച്ച് കൂടുതൽ. എനിക്ക് ആ സ്മെല് ചെയ്തപ്പോ തന്നെ മനസ്സിലായി guys. അപ്പൊ ഞാനും ശ്രീയും ഡ്രോ ആണ്. 5-ക്കാണ് ഇപ്പൊ ഞങ്ങളെക്കാട്ടി 2 മാർക്ക് കുറവുള്ളത്. 6 പോയിന്റ് ഇരിക്കാണ്, ഇവർക്ക് 8 പോയിന്റ്. ഇത് നോക്ക് guys. ഞങ്ങള് എന്താണ് പറയാ, ധൈര്യപൂർവ്വം പിന്നെ എന്തായിരുന്നു അല്ല നമ്മള് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഞാൻ നോക്ക്, ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൂട്ടീന്റെ കൂടെ തന്നെയാണ് കോഴിമുട്ട എഴുതി വെച്ചത്. പക്ഷെ ഇത് വളരെ ക്ലിയർ ആണ്. ഞാൻ കോഴിമുട്ട എഴുതിയത്. ഞാൻ കോഴിമുട്ട എഴുതി. ഇനിയിപ്പോ അത് പോരെങ്കിലും വെച്ചിട്ട് പച്ചാതും കൂടി എഴുതി വെച്ചു. എന്തായാലും ടേസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 മാർക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കോഴിമുട്ട തന്നെ കണ്ണ് കാണാതെ ഞാൻ വൃത്തിക്ക് എഴുതി. കോഴിമുട്ട മാർക്ക് ഓക്കെ. എന്ത് അത് ഞാൻ ആദ്യം ഇങ്ങനെ പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പിന്നെയും ഇങ്ങനെ വെള്ളം പോലത്തെ എന്തോ സാധനമാണെന്ന്. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ കൂടുതൽ അതിനെ പറ്റി ചകഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഗുളുകളു സാധനം. അപ്പൊ എനിക്ക് തോന്നി കോഴിമുട്ട നേരെ പാനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓംലെറ്റ്. അങ്ങനെ guys, ഈ ചാലഞ്ച് ഞാനും ശ്രീ വിജയിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞോളൂ. ഞങ്ങളെ കോൺഫിഡൻസ് തകർത്തില്ല. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എത്രയുള്ളൂ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാ. അടുത്ത ഇങ്ങനത്തെ ഒരു ചാലഞ്ച് വെക്കുകയാണെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് വെക്കണം എന്നുള്ളതും പറയാം. അല്ല, കുറെ ലിസ്റ്റ് അതിന് സല്ലുവേടെ സെലക്ട് ചെയ്തോട്ടെ. ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചു കൊടുക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.